ഓണം വിഭവത്തിലെ അടുത്ത ഐറ്റം നോക്കിയാലോ. നമ്മൾ ഓണത്തിന് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സംഭവമാണല്ലേ പായസം. അപ്പം നമുക്ക് ഇപ്രാവശ്യം അതൊന്ന് മാറ്റി പിടിച്ചാലോ. വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാട്ടോ. പായസത്തിനെക്കാട്ടും ഭയങ്കര ടേസ്റ്റാണേ. എന്തായാലും ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സേമിയ എടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ കനം കുറഞ്ഞ സേമിയാണേ. നമ്മൾ സാധാരണ പായസത്തിന് എടുക്കുന്ന ആ സേമിയ അല്ല കേട്ടോ. അതിനെക്കാട്ടും ഭയങ്കരമായിട്ട് കനം കുറഞ്ഞ സേമിയാണേ. അപ്പോൾ ഇതിപ്പോൾ എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഇതൊന്ന് വാങ്ങണേ. ഇനി ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. വേഗം തന്നെ പൊടിക്കാൻ പറ്റുന്നൊരു സേമിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത സേമിയം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വറുത്ത സേമിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നേരം ഒന്നും വറുക്കൊന്നും വേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വറുക്കുമ്പോഴത്തേക്കും സംഭവം സെറ്റായി കിട്ടേ. ഇത് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. ഞാൻ 3 സ്പൂൺ പഞ്ചസാരയാണ് പൊടിച്ചിട്ടുള്ളത്. അത് മുഴുവനായിട്ടൊന്നും ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അതിൻ്റെ പകുതി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഒരു 1.5 സ്പൂൺ പഞ്ചസാര പൊടിച്ചതുണ്ടാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. ഈ ഒരു പഞ്ചസാരൻ്റെ പൊടി നമ്മളുടെ എല്ലാ ഒരു സേമിയത്തിലാകുന്ന പോലെ നമ്മൾ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ് കേട്ടോ. പാൽപ്പൊടി ഇതേപോലെ 2 സ്പൂൺ പാൽപ്പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇടണം കേട്ടോ. 2 വലിയ സ്പൂൺ കോൺഫ്ലവർ ഇടുക. പിന്നെ 2 സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് പാലിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണേ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 1/4 ലിറ്റർ എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 1/4 ലിറ്റർ പാലാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെയും പാൽപ്പൊടിൻ്റെയും ആ ഒരു മിക്സും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ വിടാണ്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇളക്കിയത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബാക്കി പഞ്ചസാര ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഇതിലേക്ക് ആകെ 3 സ്പൂൺ പഞ്ചസാരയേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം കൂടുതൽ മധുരം വേണം എന്നുള്ളവർക്ക് കൂടുതൽ മധുരം ഇടാം. ഇല്ല, ഇതൊരു മീഡിയം മധുരമാണ്, കറക്റ്റ് പാകമാണ് കേട്ടോ. അപ്പം ഇതേപോലെ ഇടുകയാണെങ്കിൽ പാകമായിരിക്കും. പിന്നെ വേണ്ടത് കുറച്ച് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര നമ്മൾ ആ ഒരു പാകത്തിനാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വിചാരിച്ചിട്ട് കൂടുതൽ മധുരം കൂടുതലൊന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിട്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കുങ്കുമപ്പൂ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതും കൂടെ ഇട്ടിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇട്ടിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാനില എസൻസാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുറുകുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കൈ വിടാണ്ട് ഇളക്കണേ, ഇല്ലെങ്കിൽ അടി പിടിച്ചു പോകും കേട്ടോ. അപ്പം അതും ഒരു ഭാഗത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഏതൊരു പാത്രത്തിലാണോ നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിൻ്റെ ബേസായിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സേമിയ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കുറച്ച് ഭാഗം ഇട്ടിട്ട് നമുക്കതൊന്ന് നല്ലതുപോലെ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കാട്ടും കുഞ്ഞൊരു ഗ്ലാസ് വെച്ചിട്ടാട്ടോ ഒന്ന് അമർത്തി കൊടുത്തിട്ടുള്ളത്. നിങ്ങളൊരു പാത്രം അങ്ങനെ എന്തെങ്കിലും ആണ് എടുക്കുന്നതെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പാലും കോൺഫ്ലവറും ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ്, നിങ്ങളുടെ കയ്യിൽ എന്താണോ നട്ട്സ് ഉള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലിപ്പം അണ്ടിപ്പരിപ്പുള്ളതിനെ കൊണ്ട് ഞാനത് കുറച്ചൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും സെയിം ആയിട്ട് അതേപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ആദ്യം സേമിയ ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഒരു പാലിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ച് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റിയാണ്, പായസത്തിനേക്കാളും ടേസ്റ്റും ഉണ്ട്, ഈസിയാണ് കേട്ടോ ചെയ്യാൻ.
അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കണേ.